ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. CGL 2024ന്റെ അച്ചീവേഴ്സ് ബാച്ചിന്റെ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ ഒരു ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. പെർസെൻറ്റേജിന്റെ ക്ലാസ്സും അതുപോലെ ഇലക്ഷന്റെ ക്ലാസ്സും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ദയവായിട്ട് ആ ക്ലാസ്സുകൾ കണ്ടിട്ട് പുതിയ ക്ലാസ്സുകൾ കണ്ടു തുടങ്ങുക. ഓക്കെ, അപ്പോൾ നമുക്ക് റേഷ്യോ പ്രൊപ്പോർഷനിലെ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമ്മളുടെ ഓൺലൈൻ കോഴ്സിന്റെ CGLന്റെ ഓൺലൈൻ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ദിശ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ദിശ അക്കാഡമി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇതിലെ ക്ലാസ്സുകൾ കണ്ട് ഇതിന്റെ ഡെമോ ക്ലാസ് കണ്ട് ക്വാളിറ്റി മനസ്സിലാക്കി നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്ത് പഠിച്ചു തുടങ്ങാവുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇത് ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. യെസ്, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻസ് നോക്കാം. ദ മീൻ പ്രൊപ്പോർഷൻ ഓഫ് a plus b, a minus b cube, a plus b cube and a minus b. ഓക്കെ, അപ്പോൾ ഇതിന്റെ എന്ത് വേണം? മീൻ പ്രൊപ്പോർഷൻ വേണം. അപ്പോൾ a plus b ഇൻറ്റു ഇതൊരു ടേമാണ്. a plus b ദ ഹോൾ ക്യൂബ് ഇൻറ്റു a minus b ആണ്. സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ്റെ ചിലവർക്ക് പ്രയാസം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഓൾജിബ്രായിക് ആയിട്ടുള്ള ടേംസ് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ രണ്ട് വാല്യൂസ് വന്നിട്ടുണ്ട്. അതിൻ്റെ മീൻ പ്രൊപ്പോർഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് അതിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ റേഷ്യോ പ്രൊപ്പോർഷൻ ദിശ അക്കാഡമിയിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് ക്ലാസ്സുകൾ കിട്ടും. ഇതുവരെ ചെയ്തിട്ടുള്ള റേഷ്യോയുടെ ക്ലാസ്സുകൾ കിട്ടും. അപ്പോൾ അതെടുത്ത് ഇതറിയാത്തവരാണെങ്കിൽ അത് നിർബന്ധമായിട്ടും അത് കണ്ടിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മീൻ പ്രൊപ്പോർഷൻ ഓഫ് a plus b ഇൻറ്റു a minus b ദ ഹോൾ ക്യൂബ് ആൻഡ് a plus b ദ ഹോൾ ക്യൂബ് ഇൻറ്റു a minus b. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേന എടുക്കാതെയും ചെയ്യാൻ പറ്റും, ഒരുപാട് എഴുതിയും ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ എഴുതി ചെയ്യുന്നത് പറയാം, അല്ലെങ്കിൽ പേന എടുക്കാതെ ചെയ്യുന്നത് പറയാം. ഇത് പേന എടുക്കാതെ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി സ്ട്രാറ്റജി വീഡിയോയിൽ പറഞ്ഞു. മോഡറേറ്റ് ലെവലുള്ള ആൾക്കാർ കാണും, ആവറേജ് ലെവലുള്ള ആൾക്കാർ കാണും, ഹൈ ലെവലുള്ള ആൾക്കാർ കാണും. ഹൈ ലെവലുള്ള ആൾക്കാർ എങ്ങനെ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻ പേന എടുക്കാതെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ റൂട്ട് ഓഫ് a plus b ഇൻറ്റു ആ പ്രോഡക്റ്റ് വരും. a plus b ഇൻറ്റു a minus b എന്ന് പറയുമ്പോൾ a സ്ക്വയർ മൈനസ് b സ്ക്വയർ. പിന്നെ a minus b ഇല്ല, അങ്ങനെ വേണ്ട. a plus b ഇൻറ്റു a plus b ദ ഹോൾ ക്യൂബ്, അതായത് a plus b ദ ഹോൾ റേസ്റ്റ് 4. a minus b ദ ഹോൾ ക്യൂബ് മനസ്സിലാവാത്ത ആൾക്കാർ കാണും, ഞാൻ എഴുതി കാണിച്ചില്ല. a minus b ദ ഹോൾ ക്യൂബ് ഇൻറ്റു a minus b എന്ന് പറയുമ്പോൾ a minus b ദ ഹോൾ റേസ്റ്റ് 4. അതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ a plus b ദ ഹോൾ സ്ക്വയർ ഇൻറ്റു a minus b ദ ഹോൾ സ്ക്വയർ. a plus b ദ ഹോൾ സ്ക്വയർ ഇൻറ്റു a minus b ദ ഹോൾ സ്ക്വയർ എവിടെ ഉണ്ട്? ഓപ്ഷൻ എ ഉണ്ട്. എന്ത് വേണ്ട, ഈ ക്വസ്റ്റ്യൻ പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ആരൊക്കെ ആയിരിക്കും? ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോകുന്നവർ, അല്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പഠിച്ച ആൾക്കാർ. അല്ലാത്തവർ ഇതെന്ത് ചെയ്യും? ഈ ക്വസ്റ്റ്യൻ്റെ ഈ ഒരു ഇതൊക്കെ കണ്ടിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞ് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ, എയും ബിയും രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് അതിന്റെ പ്രോഡക്റ്റ്, റൂട്ട് ഓഫ് a ഇൻറ്റു ബി. ഇതിന്റെ കാര്യങ്ങളെല്ലാം ബേസിക് ക്ലാസ്സുകൾ യൂട്യൂബിൽ തന്നെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? റൂട്ട് ഓഫ് a plus b ഇൻറ്റു a minus b ദ ഹോൾ ക്യൂബ് ഇൻറ്റു a plus b ദ ഹോൾ ക്യൂബ് ഇൻറ്റു a minus b. അപ്പോൾ നിങ്ങൾ അത് എഴുതി നോക്കുമ്പോൾ തന്നെ a plus b ഇൻറ്റു a plus b ദ ഹോൾ ക്യൂബ്, a raised to m പ്ലസ് a raised to m ഇൻറ്റു a raised to n എന്ന് പറഞ്ഞാൽ a raised to m പ്ലസ് n ആണ്. അത് SSC GD 2022 ക്ലാസ്സിൽ സഡ്സ് ആൻഡ് ഇൻഡിസസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് സഡ്സ് ആൻഡ് ഇൻഡിസസ് ദിശ അക്കാഡമി സെർച്ച് ചെയ്ത് വരുന്ന ക്ലാസ് കണ്ട് അത് പഠിക്കുക. ഓക്കെ, അപ്പോൾ a plus b ഹോൾ ക്യൂബ് ഇൻറ്റു a plus b എന്ന് പറയുമ്പോൾ എന്ത് വരും? a plus b ഹോൾ റേസ്റ്റ് 4. ഇനി a minus b ദ ഹോൾ ക്യൂബ് ഇൻറ്റു a minus b എന്ന് പറയുമ്പോൾ a minus b ദ ഹോൾ റേസ്റ്റ് 4. ഇനി റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? a plus b ദ ഹോൾ റേസ്റ്റ് 4ന്റെ റൂട്ട് എടുക്കുമ്പോൾ a plus b ദ ഹോൾ സ്ക്വയർ വരും. അപ്പോൾ ഈ റൂട്ട് എടുക്കുന്ന കാര്യങ്ങളും എല്ലാം സഡ്സ് ആൻഡ് ഡിസസ് എന്ന് പറയുന്ന, അപ്പോൾ അതാണ് നിങ്ങളുടെ മാത്സിന്റെ ബേസ് എന്ന് പറയുന്നത്. അതില്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ക്വസ്റ്റ്യൻസ് ചെയ്യാനോ പഠിക്കാനോ ഒന്നും പറ്റത്തില്ല. അതിനുവേണ്ടിയാണ് SSC GD 2022 പ്ലേലിസ്റ്റ്. അത് പുതുതായിട്ട് വരുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അതിലെ ക്ലാസ്സുകളെല്ലാം കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ആദ്യത്തെ 9 ക്ലാസ്സുകൾ അത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ബേസ് എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. ഇത് മനസ്സിലായാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പതുക്കെ പതുക്കെ മനസ്സിലാവാൻ തുടങ്ങും. a plus b ദ ഹോൾ സ്ക്വയർ ഇൻറ്റു a minus b ദ ഹോൾ സ്ക്വയർ നമുക്ക് ആൻസർ എടുക്കാം. അപ്പോൾ ഇത് എഴുതേണ്ട ആവശ്യമില്ല, ഇത് പേന എടുക്കാതെ തന്നെ ചെയ്യാൻ ശ്രമിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ സീറ്റ്സ് ഓഫ് മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, കെമിസ്ട്രി ഇൻ എ സ്കൂൾ ആണ് റേഷ്യോ. ഈ റേഷ്യോയിലാണ് ഈ സീറ്റ്സ് ആർ ഇൻക്രീസ്ഡ് ബൈ 20, 40, 60% റെസ്പെക്റ്റീവ്ലി. ദ റേഷ്യോ ഓഫ് ദ ഇൻക്രീസ്ഡ് സീറ്റ്. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ 20% 1/5 ആണ്, അല്ലെങ്കിൽ 1.2 കൊണ്ട് ഗുണിക്കുകയാണ്. 1.2 ഗുണിച്ചു കഴിഞ്ഞാൽ 12 6 72, അത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. 4 × 40, 40% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ 14 കൊണ്ട് ഗുണിക്കുകയാണ്. 14 എന്ന് പറഞ്ഞാൽ 7ന്റെ മൾട്ടിപ്പിൾ ഉണ്ട്. ആദ്യത്തെ 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, രണ്ടാമത്തെ 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അടുത്ത 7ന്റെ സ്ഥാനം 60% ഇൻക്രീസ് ചെയ്യുക. 60% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ 1.6 ആണ്. അത് 16 7 102, അതായത് 8ന്റെ മൾട്ടിപ്പിൾ ഉണ്ട്. നിങ്ങളുടെ ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യും? ഈ ക്വസ്റ്റ്യൻ പേന എടുക്കാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഓപ്ഷൻ എ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം അവിടെ 7 ഉണ്ട്, ഇവിടെ 60% ആണ്. 60% 1.6, 16 7 112, അവിടെ 14 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ പറയാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാം, എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക.
ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ഒരു 6, 4, 7 എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് പെർസെൻറ്റേജ് പോയിന്റിൽ വരേണ്ടി വരും. നിങ്ങൾ ജസ്റ്റ് 60, 40, 70 ആണെന്ന് വിചാരിക്കുക. 60 ഉള്ള സാധനം 20% കൂടി. 60ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 60ൻ്റെ 10% 6 പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. 20% എന്ന് പറഞ്ഞാൽ 12 60 എന്തായി 72 നമുക്ക് ഇനിഷ്യൽ 72 വരും. അത് എഴുതണമുള്ളവർക്ക് എഴുതാം, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യുന്നവർക്ക് ചെയ്യാം. മൈൻഡ് ചെയ്യണമെങ്കിൽ ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്യണം. 40 എന്നുള്ളത് റേഷ്യോ സെയിം ആയാൽ മതി. 6, 4, 7 എന്ന് പറയുന്നതും 60, 40, 70 എന്ന് പറയുന്നതും റേഷ്യോ സെയിം തന്നെയാണ്. അപ്പോൾ 40ൻ്റെ 40%, അതായത് 16 എത്രയായി അത് 56. അപ്പോൾ നമുക്ക് ഇവിടെ റേഷ്യോ എടുക്കുമ്പോൾ തന്നെ ആദ്യത്തെ രണ്ടെണ്ണത്തിൻ്റെ റേഷ്യോ നമുക്ക് എന്ത് കിട്ടും, 8 കൊണ്ട് വെട്ടുമ്പോൾ 9:7 കിട്ടും. അങ്ങനെയുള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഇതും ഇതേ ഉള്ളൂ, 9:7. ഇനി മൂന്നാമത്തെ ഏതാണെന്ന് നോക്കേണ്ടത്. 70 ഉള്ളത് 7 എന്ന് പറഞ്ഞാൽ 70 70 ആയിട്ടാണ് എഴുതുന്നത്. 70ൻ്റെ 60% എന്ന് പറഞ്ഞാൽ 7 × 6 42 70 42 112. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 1:2 അതായത് 7 ആണെങ്കിൽ ഇത് എത്ര വരും, 14 വരും. അല്ലെങ്കിൽ ഈ ഒരു ബിയും സിയും ഇത് തമ്മിലുള്ള റേഷ്യോ 1:2 ഇത് ഇതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഇതിൻ്റെ ഇരട്ടി, രണ്ടാമത്തെ ഇരട്ടി, മൂന്നാമത്തെ ഉള്ളത് ഏത് ഓപ്ഷനുള്ളൂ, ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. നമുക്ക് അങ്ങനെയും ചെയ്യും. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെ തന്നെ ചെയ്താണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of units manufactured by company A was ഇത്രയും യൂണിറ്റ്സ് ഇൻ 2019 and ഇത്രയും യൂണിറ്റ്സ് ഇൻ 2020. While in company B the production fell from 34,000 യൂണിറ്റ്സ് ഇൻ 2019 to 30,600 യൂണിറ്റ്സ് ഇൻ 2020. അതായത് ഇവിടെ നിന്നും 2019 ഇത്ര ഉള്ളത് ഇത്രയായി 2020. കമ്പനി ബിയിൽ ഇത്രയും കുറഞ്ഞു. X and Y are the percentage decrease in the number of units manufactured by company A and B respectively from 2019-20. Then what is the ratio of X and Y? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ കാൽക്കുലേഷൻ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത് പ്രോ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പഠിച്ച ആൾക്കാർ ചെയ്യേണ്ടത്. അൾട്ടിമേറ്റ്ലി നിങ്ങൾ എങ്ങനെയാണ് എക്സാമിന് ചെയ്യേണ്ടതെന്ന് ആദ്യം കാണിക്കാം, പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വഴി ഞാൻ എന്ത് ചെയ്യാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി അൾട്ടിമേറ്റ് ആയിട്ട് ചെയ്യാനുള്ളത് ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും പറയുന്നത്. സ്പീഡിൽ പറയുന്നതിന് കാരണം നിങ്ങൾ ഈ രീതിയിൽ പഠിക്കാൻ വേണ്ടി മാത്രമാണ്. എങ്ങനെ പഠിച്ചാലാണ് നിങ്ങൾക്ക് എക്സാമിന് അത് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ സ്പീഡായിട്ട് തോന്നുന്നവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് മനസ്സിലാവും. നിങ്ങൾ ഇവിടെ തന്നെ തിരിച്ചെത്തുന്നതായിരിക്കും. ഓക്കെ, നോക്കിയോ, 12,500 2019 ഉള്ളത് എത്രയായി, 10,625 എത്രയാണ് കുറഞ്ഞത്, ഏകദേശം 625 കൂടെ 75 കൂട്ടിയാൽ 700 375 പിന്നെ 1,500 375 1,875 1,875 കുറഞ്ഞത് 1,250. 1,275 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 15%, 10% 1,250, 675 ഇതിൻ്റെ പകുതി. അങ്ങനെയാണ് 625 ഇതിൻ്റെ പകുതി, 1,875 വരുന്നത്. 15% എന്തിൻ്റെ വാല്യൂ, എക്സിൻ്റെ വാല്യൂ. 15 നീട്ടി മറ്റു പേന ഞാൻ എടുക്കുന്നില്ല. ഇതൊക്കെ പെർസെൻറ്റേജ് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. പെർസെൻറ്റേജ് അറിയാത്ത ഒരാളാണെങ്കിൽ പെർസെൻറ്റേജ് ദിശ അക്കാദമി സെർച്ച് ചെയ്യുക. പെർസെൻറ്റേജിൻ്റെ ഞാൻ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം കാണുക. നിങ്ങൾ പെർസെൻറ്റേജിൽ പക്കയാവും. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ തന്നെ ചെയ്യാൻ പറ്റും. അതൊന്നും കാണാതിരുന്നു കഴിഞ്ഞാൽ ഇത് സ്പീഡാണെന്ന് തന്നെ വിചാരിച്ചിരിക്കും. പഠിച്ച് പോകുന്ന ആൾക്കാർ എന്ത് ചെയ്യും, പഠിച്ചു പോകും. ഫൗണ്ടേഷൻ ബാച്ചും CGL ബാച്ചും ഒക്കെ പഠിച്ച ആൾക്കാർ എന്ത് ചെയ്യും, ഇത് ചെയ്തിട്ട് പോകും. ഇത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. നമുക്ക് ഇനി 2019 34,000 ഉള്ളത് ഇപ്പോൾ എത്രയായി, 30,600. എത്രയാണ് കുറഞ്ഞത്, 3,400 കുറഞ്ഞത്. 3,400 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 10%, 15. അപ്പോൾ വൈയുടെ വാല്യൂ 10 നീട്ടി. റേഷ്യോ X/Y എന്ന് പറഞ്ഞാൽ 15:10 3:2. ഒരു പേന, ഇത്രയും വലിയ ക്വസ്റ്റിന് ഒരു പേന എടുക്കാതെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊരു സംഭവമില്ല. അപ്പം എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തന്നു. പക്ഷെ അതിന് നിങ്ങൾക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്ത് കാൽക്കുലേഷൻ സ്പീഡാക്കുക, കൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കുക. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടക്കുന്നില്ല. നല്ല ക്ലാസ്സുകൾ കണ്ട് നല്ല ബേസ് ഉണ്ടാക്കി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. ഇതിൻ്റെ ഡീറ്റെയിൽ വഴി ഞാൻ പറഞ്ഞുതരാം. ഡീറ്റെയിൽ വഴി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എക്സിൻ്റെ വാല്യൂ, എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് മാനുഫാക്ചർഡ് ബൈ കമ്പനി എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി ഫ്രം 2019 - 2020. അപ്പോൾ 2019 - 2020 ഇവരുടെ പെർസെൻറ്റേജ് ഡിക്രീസ് ആണ്. അപ്പോൾ ഡിക്രീസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എടുക്കാൻ ചെറുതിൽ നിന്നും വലുത് കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസർ പെൻ ഫ്രീ ആയിട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള മെത്തേഡ് വേണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മളുടെ ബേസിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ പറയുന്ന ഷോർട്ട് കട്ടാണ്. ഓക്കെ, യെസ്, ഓക്കെ. അപ്പം 625 കൂടെ 375 കൂട്ടുക. അപ്പോൾ നമുക്ക് 11,000 പിന്നെ 1,500, അതായത് 1,875 എന്ത് ചെയ്യുന്നത്, കുറയുന്നത്. എത്രയല്ലേ, 125.00. എന്നിട്ട് ഇത് വെട്ടി 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പെർസെൻറ്റേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ 1,250 10% ആണ്. 1,250ൻ്റെ പകുതിയാണ് 625. ഒക്കെ ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്താലേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ 10%, 5%, അതായത് 15% ഇത് 1,875 എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ പഠിച്ചത് ഏത് ലെവലിലാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ഇത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യാം, 125 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 15 തന്നെ കിട്ടും. 15 കിട്ടും. എക്സിൻ്റെ വാല്യൂ 15 കിട്ടും. അടുത്ത വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര കുറഞ്ഞത്, 34,000 ഉള്ള സ്ഥലത്ത് 30,600 3,400 കുറഞ്ഞു 34,000.
അപ്പോൾ അത് നിങ്ങൾ പേന എടുക്കാതെ ഇങ്ങനെ 3400/34,000 ഇൻറ്റു 100 ഇങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്, അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ മെത്തേഡ് മാറ്റിക്കൂടുക. അതൊരിക്കലും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. പെർസെൻറ്റേജ് അങ്ങനെ കണ്ടുപിടിക്കുന്നത്. യെസ്, 10% 3400 ഇപ്പോൾ വൈയുടെ വാല്യൂ എന്തെറ്റി 10 നേട്ടി 15/10 3:2. ഇത് പലർക്കും പല രീതിയിലായിരിക്കും. ചിലർക്ക് ഈ ക്വസ്റ്റ്യൻ നല്ല പാടായിരിക്കും, ചിലർക്ക് വലിയ എളുപ്പമായിരിക്കും. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ മീൻ പ്രൊപ്പോർഷൻ ഓഫ് a³ + b³ ബൈ a - b, a² - b² ബൈ a². ഇങ്ങനെ തന്നിട്ടുണ്ട്. മീൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രോഡക്റ്റ് എടുത്തിട്ട് റൂട്ട് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം. ഇത് പേന എടുക്കാതെയും ചെയ്യാം, പേന എടുത്ത് എഴുതിയും ചെയ്യാം. പേന എടുക്കാതെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? a³ + b³ എന്ന് പറഞ്ഞാൽ അത് അറിയാവുന്നവർക്കേ പറ്റും. ഓൾജിബ്രയുടെ ഈ ഒരു ഇക്വേഷൻ പഠിച്ചേ പറ്റും. a³ + b³ എന്ന് പറഞ്ഞാൽ a + b × a² - ab + b² ആണ്. a + b ഇവിടെ വരും, ഇതിന് വെട്ടിപ്പോവും. a - b ഇവിടെ ഉണ്ട്. a² - b² എന്ന് പറഞ്ഞാൽ a + b × a - b, a - b വെട്ടിപ്പോവും. ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? a + b ² റൂട്ടിനകത്ത് വരും. റൂട്ടിന് പുറത്ത് വരുമ്പോൾ എന്ത് വരും? a + b എന്ന് ആൻസർ വരും. ഇതും പേന എടുക്കാതെ ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ 4 ക്വസ്റ്റ്യനും പേന എടുക്കാതെ ചെയ്യാവുന്നതാണ്. എല്ലാം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? a³ + b³ എന്ന് പറഞ്ഞാൽ a + b ഇൻറ്റു പെൻ ഫ്രീ ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം പെൻ ഫ്രീ ക്വസ്റ്റ്യൻ ആണ്. യെസ്, നമ്മളുടെ ബേസിക് ക്ലാസ്സുകൾ നിങ്ങൾ ക്ലാസ് കണ്ടാൽ മതി. എല്ലാ ക്ലാസ്സിലും എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേന എടുക്കാതെ ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് ബേസ് വേണം. ആ ബേസ് നമ്മൾ ക്ലാസ്സുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യെസ്, അപ്പോൾ a + b ഇൻറ്റു a² - ab + b², അതാണ് a³ + b³. ഞാൻ എഴുതുന്നില്ല, അത് വെട്ടിപ്പോയി. ഇനി a² - b² എന്ന് പറഞ്ഞാൽ a + b ഇൻറ്റു a - b ആണ്. ആ a - b വെട്ടിപ്പോയി. അകത്ത് a + b ² വരും. റൂട്ടിന് കൊടുത്ത് വരുമ്പോൾ നമുക്ക് a + b ചെയ്യാം. ആൻസർ കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. CGL മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ. യെസ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ക്വസ്റ്റ്യൻ. കാൽക്കുലേഷൻ ഉണ്ട്, റേഷ്യോ വരുന്നുണ്ട്. ഓക്കെ, യെസ്, ഓക്കെ, യെസ്, ഓക്കെ, ചെയ്ത് നോക്കാം. എ സം ഓഫ് ഇത്രയും 46,800 is divided among A, B, C, D such that the ratio of the combined share of A and D to the combined share of B, C ഇത്രയാണ്. Ratio of the share of B to C ഇത്രയാണ്. A receives ഇത്രയാണ്. X is the difference between shares of A and B. Y is the difference between shares of C and D. Then what is the value of X - 1? ഇതിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് എത്ര പേര് ചെയ്തു? അപ്പോൾ ഞാൻ ആദ്യമേ എക്സാമിൻ്റെ മെത്തേഡ് അല്ലെങ്കിൽ പ്രോ മെത്തേഡ് ഞാൻ പറയാം. നമ്മുടെ പ്രോ ലെവൽ ചെയ്യുന്ന മെത്തേഡ്. ടോട്ടൽ എയുടെയും ഡിയും 8 യൂണിറ്റ് ആണെങ്കിൽ ബിയും സിയും 5 യൂണിറ്റ് ആണ്. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഞാൻ എങ്ങനെ പ്രോ ലെവൽ ചെയ്യുന്ന പറയാം. 13ന്റെ വാല്യൂ ആണ് ഇത്, 8ന്റെ വാല്യൂ വേണം. 13ന്റെ വാല്യൂ ഇതാണെങ്കിൽ 13 3 13 ബാക്കി 36 0 0 36 8 എന്ന് പറയുമ്പോൾ 240 48 288 0 0. 5ന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 180 0 0. ഇനി ഇതിനകത്ത് ഓക്കെ ദ റേഷ്യോ ഓഫ് ഷെയർസ് ഓഫ് ബി ടു സി. ഓക്കെ, 5:4 9ന്റെ വാല്യൂ ആണ് ഇത്. 10,000 8,000 10,000 8,000. പിന്നെ എയുടെ വാല്യൂ 184 ഇതാണ്. ഇപ്പോൾ 187 ആണെങ്കിൽ 184 ഇവിടെ പോയി കഴിഞ്ഞാൽ ബാക്കി 104 0 0 ആണ് വന്നത്. ഞാൻ എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വാല്യൂ കണ്ടുപിടിച്ചു. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എക്സ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എ ആൻഡ് ബി പറയുമ്പോൾ 8,400 എഴുതേണ്ട ആവശ്യമില്ല. വൈ ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ സി ആൻഡ് ഡി. സി ആൻഡ് ഡി എന്ന് പറയുമ്പോൾ 6,400. 8,400 മൈനസ് 6,000. ഓക്കെ, 8,400 2,400. 8,400 മൈനസ് 2,400 6,000 ഓപ്ഷൻ. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റും. പേന എടുക്കാതെ ചെയ്യാൻ പറ്റില്ല. ഇത്ര എഴുതേണ്ടി വരും. മാക്സിമം സ്പീഡിൽ ചെയ്യാൻ പറ്റും. 20 30 സെക്കൻഡ് 40 സെക്കൻഡിനകത്ത് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇത് ഒരുപാട് സമയം കുറേ പേര് ഇത് ചെയ്യത്തില്ല. പിന്നെ എന്താ ഞാൻ ഇവിടെ ചെയ്തത്? നമുക്ക് നമ്മുടെ ബേസിക് മെത്തേഡിലോട്ട് പോവാം. ബേസിക് മെത്തേഡ് എന്ന് പറയുന്നത് 46. എല്ലാവരും ശ്രദ്ധിക്കണേ. ക്വസ്റ്റ്യൻ കുറേ പേർക്ക് കിട്ടി കാണത്തില്ല. ഇങ്ങനെ ചെയ്തപ്പോൾ മനസ്സിലായി കാണാത്ത ആൾക്കാർ കാണും. ഞാൻ പറഞ്ഞുതരാം. കാൽക്കുലേഷൻ നല്ല ഫാസ്റ്റായിട്ട് ചെയ്തേ പറ്റും. ഇതാണ് നമ്മുടെ സം എന്ന് പറയുന്നത് 46,800. ഇത് ആർക്കൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്? എക്കും ബിക്കും സിക്കും ഡിക്കും ആണ് ഡിവൈഡ് ചെയ്യുന്നത്. സച്ച് എ വേ. എങ്ങനെയാണ്? കമ്പൈൻഡ് ഷെയർ ഓഫ് എ ആൻഡ് ഡി. അതായത് എക്കും എ പ്ലസ് ഡിക്ക് 8 യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ പിന്നെ ബിയും സി ബി പ്ലസ് സിക്ക് എത്ര യൂണിറ്റ് കിട്ടും? 5 യൂണിറ്റ് കിട്ടും. അപ്പോൾ ഈ എയും ബിയും സിയും ഡിയും കൂടെ കൂടുന്നതല്ലേ ടോട്ടൽ. അപ്പോൾ ടോട്ടൽ 8 5 13 യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു സാധനത്തെ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 46,800/13 ചെയ്യുമ്പോൾ നമുക്ക് 3,600 കിട്ടും. അപ്പോൾ നമുക്ക് 8 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 288 0 0. ഇതെന്ന് പറഞ്ഞാൽ 180 0 0. 36 × 5 36 × 8 2 0. ഇനി തന്നിട്ടുണ്ട് എന്താ? ബിയുടെയും സിയുടെയും ഷെയറിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ബിയുടെയും സിയുടെയും ഷെയറിന്റെ റേഷ്യോ 5:4. അതായത് ഈ 18,000 ഡിവൈഡ് ചെയ്തിരിക്കുന്ന റേഷ്യോ തന്നിട്ടുണ്ട് 5:4. ടോട്ടൽ 9 യൂണിറ്റ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 1 യൂണിറ്റ് 2,000. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ 10,000 ആണെങ്കിൽ സി എന്ന് പറഞ്ഞാൽ 8,000. നമ്മൾ എന്ത് ചെയ്തു? അത് ഇവിടെ എഴുതി. ഇനി 28,800 18,400 ആരാണ്? എ ആണ്. ഓൾറെഡി ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബാക്കിയായി. ഇനി എക്സ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും ഡിഫറൻസ് 18,400. ബി ആരാണ്?
ബി 10,000. ഈ ഡിഫറൻസ് ആണ് 8,400 തന്നിട്ടുള്ളത്. അതാണ് എക്സ്. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്കിയാണ് ഇതിന്റെ ഡിഫറൻസ്. എത്രയാണ്? 2,400. ഇതിന്റെ ഡിഫറൻസ് എക്സ് മൈനസ് വൈ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഡിഫറൻസും കാര്യങ്ങളുമായിട്ട് കുറെ എന്തുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ എന്താണ്? അടിപൊളിയാണ്. ഇതിനെ അടിപൊളി ക്വസ്റ്റ്യൻ എന്ന് പറയാം. അപ്പൊ ഇത് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ബെസ്റ്റ് മെത്തേഡാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബാക്കി മൾട്ടിപ്പിളോ ഇതൊക്കെ നോക്കുന്നത് ടൈം ടേക്കിംഗ് ആണ് അവിടെ. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാം. അതുൽ പർച്ചേസ് ബ്രെഡ് കോസ്റ്റിംഗ് 20 രൂപ, 100 രൂപ കൊടുത്തു. ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കുക. ഷോപ്പ് കീപ്പർ ബാലൻസ് മണി 2, 5, 10 നോട്ടാണ് കൊടുത്തത്. കോയിൻസിൻ്റെ റേഷ്യോ ഉണ്ട്. ഹൗ മെനി 5 കോയിൻസ് ഡിഡ് ദ ഷോപ്പ് കീപ്പർ ഗിവ്. അപ്പോൾ 100 രൂപ 20 രൂപയ്ക്ക് സാധനം വാങ്ങിയിട്ട് 100 കൊടുത്താൽ ബാക്കി 80 രൂപ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ റേഷ്യോ, കോയിൻ കൊടുത്ത റേഷ്യോ 2 രൂപയുടെ 5 കോയിൻ, 4 രൂപയുടെ 5 രൂപയുടെ 4 കോയിൻ, 10 രൂപയുടെ 1 കോയിൻ ആയിരുന്നെങ്കിൽ ടോട്ടൽ എത്ര വന്നേനെ? 2, 5, 10, 4, 5, 20, 10 × 1 10. ടോട്ടൽ എത്ര? 40 രൂപ വന്നേനെ. പക്ഷെ 40 രൂപ ആയിരുന്നു കൊടുക്കേണ്ടത്, 80 രൂപ കൊടുക്കേണ്ടത്. അതിൻ്റെ അർത്ഥം എന്താ? ഇതെല്ലാം രണ്ട് മടങ്ങ് വെച്ച് എന്ത് ചെയ്യേണ്ടി വന്നേനെ? കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഹൗ മെനി 5 കോയിൻസ് ഡിഡ് ഹി ഗീവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 കോയിൻസ് എത്ര? ഇവിടെ 4 ഉള്ളത്. അപ്പോൾ എത്ര ഒറിജിനലായിട്ട് എത്ര കൊടുക്കേണ്ടി വന്നേനെ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 40, 80ന്റെ വാല്യൂണ് 40, 40ന്റെ വാല്യൂണ് നമുക്ക് ഒറിജിനൽ 80 തന്നിട്ടുള്ളത്. എന്നാൽ 4ന്റെ വാല്യൂ എത്രയാണ്? ഒറിജിനൽ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്തിട്ട് പോകാം. ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യും. ഹോംവർക്കായിട്ട് ചെയ്യും. നല്ല ക്വസ്റ്റ്യനാണ്. ഹോംവർക്കായിട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻ മെത്തേഡ് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളെല്ലാവരും ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. ഒരു ഹിന്റ് ഞാൻ തരാം. ഹിന്റ് തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടോട്ടൽ സ്റ്റുഡൻസിനെ എന്ത് ചെയ്യുക? ഈ ഡിനോമിനേറ്ററിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കുക. അതായത് 8, 3, 3 അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് നിങ്ങൾ ടോട്ടലിനെ എടുക്കുക. എന്തിനെന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് നമ്മൾ പെർസെൻറ്റേജിലും ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ചെയ്ത് നോക്കുക. മെയിൻസിൻ്റെ ക്വസ്റ്റ്യനാണ്, CGL-ന്റെ ക്വസ്റ്റ്യനാണ്. ഹോംവർക്കായിട്ട് ചെയ്തിട്ട് ആൻസർ കമൻ്റ് ആയിട്ട് പറയും. എത്ര പേര് ആൻസർ പറയുന്നു എന്ന് നോക്കുക. നിങ്ങൾ പഠിക്കുന്നു എന്നറിയാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ആൻസർ കമൻ്റ് ആയിട്ട് പറയാൻ പറയുന്നത്. ഓക്കെ, നമ്മളപ്പോൾ എന്ത് ചെയ്യും? അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക് ആയിരിക്കും. അടുത്ത ടോപ്പിക് ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? അതിനകത്ത് ഡിസ്കസ്. യെസ്, ഇന്നത്തെ ക്ലാസ് ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തിരുന്നത്. പുതിയ കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കാൽക്കുലേഷൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഈ ക്ലാസ് ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഫീഡ്ബാക്ക് പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. CGL-ന്റെ കോഴ്സുകൾ, ക്ലാസ് ആപ്ലിക്കേഷൻ്റെ ക്ലാസ്സുകൾ എല്ലായിടത്തും നോക്കുക. ഫൗണ്ടേഷൻ ബാച്ച്, മാത്സിൻ്റെ ക്ലാസ്സുകൾ എല്ലാം നിങ്ങളൊന്ന് പരിചയപ്പെട്ട് നോക്കുക. യൂസ്ഫുൾ ആണെങ്കിൽ എടുത്ത് പഠിക്കുക. നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് എല്ലാവരും എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് ക്വാളിറ്റി ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് അതെല്ലാം എടുത്ത് പഠിച്ച് സെറ്റായിട്ട് പോകാനാണ്. മാത്സ് ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാക്കത്തില്ല. ആ ഒരു രീതിയിലുള്ള വെറൈറ്റീസ് ഓഫ് ക്ലാസ്സുകളാണ് നമ്മുടെ യൂട്യൂബിലും അതേപോലെ ആപ്ലിക്കേഷനിലും ഉള്ളത്. നിങ്ങളതെല്ലാം കണ്ടു പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും നന്ദി. ഓക്കെ.